എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശിവരാത്രിയാണ് വരാൻ പോകുന്നത്. ശിവരാത്രിക്ക് മുന്നോടിയായിട്ട് ശിവപുരാണത്തിലെ ഒരു കഥ, മനോഹരമായ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരൊക്കെ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇരുന്ന് ഈ കഥ അവസാനം വരെ കേൾക്കും എന്നുള്ളതും, അതുപോലെ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ആരൊക്കെ ജപിക്കും എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഒന്നറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. എനിക്ക് മനസ്സിലാകുമല്ലോ ആരൊക്കെ കഥ കേട്ടു എന്നും, അതുപോലെ തന്നെ ആരൊക്കെ നാമം ജപിച്ചു എന്നും ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൗതുകം കൊണ്ട് മാത്രമാണ് എന്ന് ഒന്ന് കരുതിക്കൊള്ളുക. ഇനി നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം. നമുക്കറിയാം, ത്രിമൂർത്തികൾ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ത്രിദേവികളുമുണ്ട് അല്ലേ? ഭഗവാൻ മഹേശ്വരൻ ആദ്യം വിവാഹം കഴിച്ചത് സതീദേവിയെ ആണ് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും, കഥ കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. അതിനുശേഷം സതീദേവിയുടെ ദേഹവിയോഗത്തിനു ശേഷം പരാശക്തിയായ പാർവതീദേവിയെയാണ് പിന്നീട് മഹേശ്വരൻ വിവാഹം കഴിച്ചത്. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ സതീദേവിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പരമശിവൻ്റെ അവസ്ഥ എന്തായിരുന്നു? അന്ന് ഭഗവാന്റെ കൂടെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഇതൊക്കെ ശിവപുരാണത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. പരാശക്തി ശിവപത്നിയായി എങ്ങനെ മാറി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പണ്ട് ഹാലഹലന്മാർ എന്ന പേരോടു കൂടിയ ഒരു സംഘം അസുരന്മാർ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അവർ ഘോരമായ തപസ്സു ചെയ്ത് ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി. സന്തുഷ്ടനായ സൃഷ്ടികർമാവായ ബ്രഹ്മദേവൻ വരം നൽകുവാൻ തീരുമാനിക്കുന്നു. എന്താണ് വരം വേണ്ടത് എന്ന് ബ്രഹ്മദേവൻ അവരോട് ചോദിക്കുന്നു. അവർ പറയുകയാണ്, അല്ലയോ ബ്രഹ്മദേവ, ഞങ്ങളെ വധിക്കുവാൻ 3 ലോകങ്ങളിലും ആരും ഉണ്ടാകരുത്. ആത്മഹത്യ മൂലവും ഞങ്ങൾക്ക് മരണം സംഭവിക്കുവാൻ പാടുള്ളതല്ല. ഇങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ ബ്രഹ്മദേവൻ പറയുകയാണ്, ജനിച്ചാൽ തീർച്ചയായും മരിച്ചേ മതിയാകൂ. അത് പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് ഇത്തരത്തിലൊരു വരം നൽകുവാൻ എനിക്ക് നിവൃത്തിയില്ല എന്ന് ബ്രഹ്മദേവൻ പറയുന്നു. അത് കേട്ടതും ഈ അസുരന്മാർ പറയുകയാണ്, മരണം കൂടിയേ തീരൂ എന്ന് നിർബന്ധമാണെങ്കിൽ ഹരിഹരന്മാർ ചേർന്ന് ഞങ്ങളെ വധിച്ചു കൊള്ളട്ടെ എന്ന് ഇവർ ബ്രഹ്മദേവനോട് പറയുന്നു. അങ്ങനെ ബ്രഹ്മാവ് ആ വരം നൽകുകയും ചെയ്തു. അങ്ങനെ വരബലത്താൽ പ്രബലരായി തീർന്ന അവർ ത്രിലോകങ്ങൾ മുഴുവനും അടക്കി ഭരിക്കുകയും 3 ലോകങ്ങളിലുള്ള സജ്ജനങ്ങളെ അവർ ഉപദ്രവിക്കുവാനും തുടങ്ങി. വളരെ കാലം സുഖലോലുപരായി ജീവിച്ച അവർക്ക് മോക്ഷപ്രാപ്തി നേടണം എന്നുള്ള ആഗ്രഹമാണ് പിന്നീട് ഉണ്ടായത്. ഉടൻ തന്നെ അവരൊരു തീരുമാനമെടുത്തു. എന്താണ് ആ തീരുമാനം? വൈകുണ്ഠവും കൈലാസവും ഒരേ സമയം അങ്ങ് ആക്രമിച്ചു. ദേഷ്യം വന്നു വിഷ്ണുവിനും ശിവനും. ഹരിഹരന്മാർ അവർ ഒരുമിച്ച് യുദ്ധത്തിനിറങ്ങുന്നു. അങ്ങനെ അസുരന്മാർ അവരുടെ ഇഷ്ടത്തിന് മരണം വരിക്കുകയാണ്. ഇവരെന്തിനാണ് അങ്ങനെ ചെയ്തത്? അവർക്ക് വരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോക്ഷം വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്
അവരങ്ങനെ പ്രകോപിപ്പിച്ചത് ദേവന്മാരെ. അതായത് ബ്രഹ്മദേവൻ കൊടുത്ത വരമനുസരിച്ചിട്ട് ഹരിഹരന്മാർ മാത്രമേ തങ്ങളെ വധിക്കൂ എന്ന നല്ല നിശ്ചയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരേ സമയം വൈകുണ്ഠവും കൈലാസവും അവരെ ആക്രമിച്ചത്. അങ്ങനെ അവരുടെ ഇഷ്ടത്തിനു തന്നെയാണ് അവർക്ക് മരണം ലഭിച്ചത്. അങ്ങനെ ശത്രുക്കളെ എല്ലാം വധിച്ചതിനു ശേഷം വിഷ്ണുവും ശിവനും എവിടെ ചെല്ലുന്നു? വൈകുണ്ഠത്തിലേക്ക് ചെല്ലുന്നു. ഇവർ രണ്ടുപേരും കൂടി, വിഷ്ണുവും ശിവനും കൂടി വൈകുണ്ഠത്തിൽ ചെല്ലുമ്പോൾ അവരവിടെ ഒരു കാഴ്ച കാണുന്നു. അതായത് വിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മിയും മഹേശ്വരൻ്റെ പത്നിയായ ആദിപരാശക്തിയായ ഗൗരിയും അവിടെ വൈകുണ്ഠത്തിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. ഹരിഹരന്മാർ തങ്ങളുടെ ഭാര്യമാരോട്, ഹാലാഹലന്മാരോട് അവർ ചെയ്ത യുദ്ധത്തെപ്പറ്റിയും അവരെ വധിച്ചതിനെ പറ്റിയുമൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ വർണ്ണിക്കുകയാണ്. തങ്ങളുടെ സാമർത്ഥ്യത്തെപ്പറ്റി സ്വയം പുകഴ്ത്തുകയും ചെയ്തു. ഭർത്താക്കന്മാർ വന്ന് അവരുടെ യുദ്ധ സാമർഥ്യത്തെപ്പറ്റി ഇങ്ങനെ പുകഴ്ത്തുന്നത് കേട്ടപ്പോൾ ശക്തിസ്വരൂപിണികളായ ഭഗവതിമാർ സ്നേഹവും പരിഹാസവും കലർന്ന ഭാവത്തിൽ അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഇത് കണ്ടതും ശിവനും വിഷ്ണുവിനും വളരെയധികം ദേഷ്യമാണുണ്ടായത്. എന്താണ് ഇത്ര ചിരിക്കുവാൻ? ഇത്ര അഹങ്കാരം പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ദേഷ്യപ്പെട്ടു ദേവിമാരോട്. ഉടൻ തന്നെ ദേവിമാർ ചിന്തിക്കുകയാണ്, ആണുങ്ങൾക്ക് എന്തുമാകാമെന്നോ? ഹാലാഹലന്മാരെ തോൽപ്പിച്ചത് ഒരു വലിയ കാര്യമൊന്നുമല്ല. അതിനുവേണ്ടി നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇത് ശരിയല്ല. അതുകൊണ്ട് ഇവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ദേവിമാർ തീരുമാനിക്കുന്നു. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ദേവിമാർ അവിടെ നിന്നും അപ്രത്യക്ഷരാകുന്നു. അതോടുകൂടി ഭഗവതിമാരില്ലാത്ത അവസ്ഥയിലായിപ്പോയി വിഷ്ണുവും ശിവനും. ഉമയുടെ അഭാവത്തിൽ മഹേശ്വരനും ലക്ഷ്മിയുടെ തിരോധാനത്താൽ വിഷ്ണുവും വളരെയധികം ദുഃഖിച്ചു. അതോടുകൂടി അവരുടെ ശക്തി ക്ഷയിച്ചു. അതായത് ശക്തി സ്വരൂപിണികളായ ഭഗവതിമാർ അവരുടെ സമീപത്തു നിന്നും പോയപ്പോൾ തന്നെ വിഷ്ണുവിനും ശിവനും അവരവരുടെ ശക്തികൾ ക്ഷയിക്കുകയാണ്. അതോടുകൂടി സൃഷ്ടിക്കൊപ്പം പരിപാലിക്കുവാനുള്ള ശക്തി വിഷ്ണുവിനും സംഹരിക്കുവാനുള്ള ശക്തി ശിവനും നഷ്ടപ്പെട്ടു. ഈ വിവരം ആരറിയുന്നു? ത്രിമൂർത്തികളിൽ മറ്റൊരുവനായ ബ്രഹ്മദേവൻ അറിയുകയാണ്. അങ്ങനെ വിധാതാവ് തൻ്റെ ആദ്യത്തെ സൃഷ്ടിയായ സനകാദി മുനിമാരെ വിളിച്ചിട്ട് പറയുകയാണ്, അല്ലയോ പ്രിയപുത്രന്മാരെ, ലക്ഷ്മിയും മഹേശ്വരിയും വിഷ്ണുവിനെയും ശിവനെയും വിട്ട് അകന്നു പോയിരിക്കുന്നു. ലോകരക്ഷയ്ക്ക് അവരുടെ സാന്നിധ്യം കൂടിയേ തീരൂ. ദേവിമാരില്ലാത്തതുകൊണ്ട് ദേവന്മാരുടെ ശക്തിക്ക് ക്ഷയം സംഭവിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾ പോയി ദേവിമാരെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ഹരിയോടും ഹരനോടും ചേർത്തു നിർത്തുക. ഇങ്ങനെ ബ്രഹ്മദേവൻ അവരോട് സനകാദി മുനികളോട് പറയുന്നു. ബ്രഹ്മദേവൻ്റെ പുത്രന്മാരാണ് സനകാദി മുനികൾ. അങ്ങനെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം സനകാദി ദേവന്മാർ തപസ്സിനായിട്ട് പോവുകയാണ്. ബ്രഹ്മദേവൻ സനകാദി ദേവന്മാരെ ഉപദേശിക്കുന്ന സമയത്ത് ദക്ഷനും അത് കേട്ടിരുന്നു. ദക്ഷൻ ആരാണ്? ബ്രഹ്മദേവൻ്റെ പുത്രനാണ്. അപ്പോഴേക്കും ദക്ഷൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടാകുന്നു. ദേവി തൻ്റെ പുത്രിയായി പിറന്നെങ്കിൽ ആ ആഗ്രഹം ദക്ഷൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായി.
ഈ ആഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടി ദക്ഷനും തപസ്സു ചെയ്യാനായിട്ട് പോകുന്നു. സനകാദി മുനികൾ കഠിനമായ തപസ്സു ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുന്നു. ജഗദംബിക അവരോട് പറയുകയാണ്, അല്ലയോ മുനിശ്രേഷ്ഠന്മാരെ, നിങ്ങളുടെ തപസ്സിൻ്റെ ഉദ്ദേശം നാം മനസ്സിലാക്കുന്നു. ഞാൻ ഉടൻ തന്നെ ഹരിഹരന്മാരുടെ സന്നിധിയിലേക്ക് പുറപ്പെടുകയാണ്. അവരെ വിട്ടുപിരിഞ്ഞത് പരിഭവം കൊണ്ടല്ല, പ്രകൃതിയുടെ നിർദ്ദേശം കൊണ്ടാണ് നാം വേർപെട്ടത് എന്ന് പരാശക്തിയായ അംബിക സനകാദി മുനികളോട് പറയുന്നു. ത്രിമൂർത്തികളിൽ നിന്നും അഭിന്നമായ നിലയിൽ വർത്തിക്കുന്ന മായ ആണ് ഞാൻ. അവരോട് ചേർന്നാലേ നമുക്ക് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം പുത്രിയായി ജനിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ദക്ഷ പ്രജാപതിയും കഠിനമായ തപസ് അനുഷ്ഠിച്ചു വരികയാണ്. ക്ഷീരസാഗരവും നമ്മെ പുത്രിയായി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനാൽ നാം പാലാഴി മങ്കയായും ദക്ഷപുത്രിയായും ലോകക്ഷേമത്തിനു വേണ്ടി വീണ്ടും അവതരിക്കുന്നതാണ് എന്ന് പരാശക്തി പറയുകയും അതിനുശേഷം പരാശക്തി അപ്രത്യക്ഷയാവുകയും ചെയ്തു. ഈ സമയത്ത് ദക്ഷനും ഹിമാലയ പർവ്വതത്തിൽ ഇരുന്നു കൊണ്ട് കഠിനമായ തപസ് അനുഷ്ഠിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പരാശക്തി തൻ്റെ പുത്രിയായി ജനിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. അങ്ങനെ വളരെ കാലം നീണ്ടുനിന്ന ആ കഠിനമായ തപസ്സിൽ സന്തുഷ്ടയായ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് ദക്ഷൻ്റെ ആഗ്രഹം എന്താണ് എന്ന് ചോദിക്കുന്നു. ഭഗവതി തൻ്റെ പുത്രിയായി ജനിക്കണം എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹമെന്ന് ദക്ഷൻ ദേവിയെ അനുഗ്രഹിക്കുന്നു. ദേവി അങ്ങനെയാകാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ സന്തുഷ്ടനായ ദക്ഷൻ തപസ് മതിയാക്കി കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തുന്നു. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ദക്ഷൻ ദേവമന്ദാകിനിയിൽ സ്നാനത്തിനായി പോവുകയാണ്. സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിരിഞ്ഞു നിൽക്കുന്ന ഒരു താമരപ്പൂവിൽ അതിതേജസ്വിയായ ഒരു പെൺകുഞ്ഞ് കിടക്കുന്നത് ദക്ഷൻ കാണുകയും ആ കുഞ്ഞിനെ അയാൾ വാരിക്കോരിയെടുത്ത് ചുംബിക്കുകയും ചെയ്തു. തപസ്സിൻ്റെ ഫലമായി ദേവി ശിശുരൂപത്തിൽ തൻ്റെ പുത്രിയായി അവതരിച്ചതാണ് എന്ന് ദക്ഷൻ വിശ്വസിക്കുകയും ആ കുഞ്ഞിനെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തുകയും ചെയ്തു. ആ കുഞ്ഞാണ് സതീദേവി. ആ സതീദേവിയാണ് പിന്നീട് മഹേശ്വരനെ വിവാഹം കഴിക്കുന്നത്. ദക്ഷൻ്റെ ഇഷ്ടപ്രകാരമല്ല ആ വിവാഹം നടക്കുന്നത്. പിന്നീട് നമുക്കറിയാം, ഒരു യാഗത്തിൽ വെച്ച് ദക്ഷനെ ശിവൻ ബഹുമാനിച്ചില്ല എന്ന പേരിൽ ദക്ഷൻ ശിവനെ ആക്ഷേപിക്കുകയും അതിൻ്റെ ഒരു വൈരാഗ്യം എന്ന നിലയിൽ ദക്ഷയാഗം എന്ന പേരിൽ ഒരു യാഗം നടത്തുകയും ആ യാഗത്തിൽ എല്ലാ ദേവന്മാരെയും ക്ഷണിക്കുകയും എന്നാൽ തൻ്റെ മരുമകനായ ശിവനെ ക്ഷണിക്കാതിരിക്കുകയും ആ യാഗത്തിലേക്ക് ദേവി കടന്നു വരികയും അവിടെയുണ്ടായ ആക്ഷേപം കാരണം ദേവി സ്വന്തം ശരീരം അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് പർവ്വതരാജൻ്റെ തപസ്സിൻ്റെ ഫലമായിട്ട് പർവ്വതരാജന് പുത്രിയായി ദേവി അവതരിക്കുകയും പർവ്വതരാജൻ ആ പുത്രിക്ക് പാർവതി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തത്. പിന്നീട് പാർവതി ദേവിയെ മഹേശ്വരൻ വിവാഹം കഴിക്കുന്നു. ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി വിഷ്ണുവിനോട് പിണങ്ങി അപ്രത്യക്ഷയായി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടും ഒരേ ശക്തി സ്വരൂപിണികളാണ്. അതായത് പാർവതി ആയാലും ലക്ഷ്മി ആയാലും ശക്തി സ്വരൂപിണികളാണ്. അതുകൊണ്ടാണ് അവർ ഒന്നായി പ്രത്യക്ഷപ്പെട്ടത്. ആരുടെ മുമ്പിൽ?
സനകാദി മഹർഷികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അവരോട് ഭഗവതി എന്താണ് പറഞ്ഞത്? ഞാൻ ദക്ഷപുത്രിയായി ജനിക്കുമെന്നും ക്ഷീരസാഗരം, അതായത് പാലാഴിയും നമ്മളെ പുത്രിയായി ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് പാൽക്കടലിൽ നിന്നും പാലാഴി മങ്കയായി വീണ്ടും ഞാൻ അവതരിക്കുന്നു എന്നും പറഞ്ഞു. അങ്ങനെ പരാശക്തി ദക്ഷപുത്രിയായി അവതരിച്ചത് കൂടാതെ പാലാഴി മഥനകാലത്ത് പാലാഴി എന്ന ആ പാൽക്കടലിൽ നിന്ന് മഹാലക്ഷ്മി ഉയർന്നു വരികയും ദേവി വിഷ്ണുവിനോട് ചേരുകയും ചെയ്യുന്നു. ഈ വിധത്തിലാണ് ശിവപുരാണം വർണ്ണിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ദേവിമാരുടെ അഭാവത്താൽ ദേവന്മാർക്ക് ശക്തി ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഹൈന്ദവ പുരാണത്തിൽ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ കഥകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ശങ്കരാചാര്യർ പോലും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭഗവതി വിചാരിക്കാതെ ശിവന് അനങ്ങാൻ പോലും കഴിയില്ല എന്നാണ് സൗന്ദര്യലഹരിയുടെ ആദ്യ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവതി വിചാരിച്ചാലല്ലാതെ ഭഗവാന് ചലിക്കാൻ പോലും സാധിക്കുകയില്ല. അതായത് ഭഗവതിക്ക് അത്രയും പ്രാധാന്യമുണ്ട്, സ്ത്രീകൾക്ക് അത്രയും പ്രാധാന്യമുണ്ട് ഒരു കുടുംബത്തിൽ എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഇവിടെ നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ കഥ തന്നെ ശിവരാത്രിക്ക് മുന്നോടിയായി ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒരു കുടുംബത്തിൽ സ്ത്രീകളെ ബഹുമാനിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയും സ്ത്രീ ഇല്ലാതായാൽ ഇനി എത്ര പ്രഗത്ഭനായ ഗൃഹനാഥനാണെങ്കിലും ആ ഗൃഹനാഥന് യാതൊരു ശക്തിയും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ബഹുമാനിക്കുക, സ്ത്രീകൾ തങ്ങളുടെ നിലയും വിലയും മനസ്സിലാക്കി അഹങ്കാരമില്ലാതെ പെരുമാറുക. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ശ്രേഷ്ഠമായ ഒരു ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആരൊക്കെ നാമം ജപിക്കും, ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ആരൊക്കെ 108 തവണ ജപിക്കും എന്നുള്ള കാര്യം കൂടി കമൻ്റ് ഇടണം. അതുപോലെ മാധവം എന്ന യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ എന്ന ഒരു ബട്ടൺ ചോദിക്കും. അതിൽ ജോയിൻ എന്ന് അമർത്തിയാൽ നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഓട്ടോമാറ്റിക്കലി ആഡ് ആവുകയും ചെയ്യും. അതിലൂടെ നമുക്ക് നമ്മുടെ ധർമ്മത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വ്യക്തിപരമായി നിങ്ങൾ എനിക്ക് അയച്ചു തരുന്ന നാമ ജപങ്ങളുമൊക്കെ തന്നെ അതിലൂടെ നമുക്ക് പങ്കുവയ്ക്കാം. അതുമാത്രമല്ല, ഓരോ ദിവസത്തെയും ബ്രഹ്മമുഹൂർത്തം, രാഹുകാലം, ഗുളികകാലം, നക്ഷത്രങ്ങൾ, തിഥികൾ, പ്രത്യേക ഉത്സവങ്ങൾ ഇതൊക്കെ തന്നെ ആ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ പങ്കുവയ്ക്കുന്നതുമാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.